പെരിയ കേസിലെ പ്രതികളെ കാണാൻ പി ദിവ്യയും PK ശ്രീമതിയും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി അർജുൻ കല്യാട്. അർജുൻ, പി ദിവ്യയും ഒപ്പം തന്നെ PK ശ്രീമതിയുമാണ് സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. പ്രതികൾക്ക് പുറത്തു വരാനുള്ള സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ഇവരെപ്പോഴാണ് എത്തിയിരിക്കുന്നത്? പെരിയ കേസിലെ പ്രതികൾക്ക് പുറത്തിറങ്ങാവുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് പെരിയ കേസിലെ CPM നേതാക്കൾ ഉൾപ്പെടുന്ന പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പി ദിവ്യയും ഒപ്പം PK ശ്രീമതിയും അവരെ കാണാൻ ഇപ്പോൾ സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയിരിക്കുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് കാണുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, പി ദിവ്യയും PK ശ്രീമതിയും പെരിയ കേസിലെ പ്രതികൾക്ക് പിന്തുണയുമായി സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയിരിക്കുന്നു. നേരത്തെ P ജയരാജന്റെയും EP-യുടെ ഒക്കെ പ്രതികരണം സമാനമായി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി കൂടി വന്നിരിക്കുകയാണ്. ഇവർ എപ്പോഴാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്? അല്പസമയത്തിന് മുൻപാണ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും CPIM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള PP ദിവ്യയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കോടതി നേരത്തെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ള മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വിധിയിൽ ഇപ്പോൾ ഈ 4 പേർക്ക്, കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പേർക്ക് കോടതി അവരുടെ ശിക്ഷയിൽ താൽക്കാലികമായി മരവിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടി ഈ സന്ദർശനത്തെ നമുക്ക് ആ രീതിയിൽ കൂടി കാണേണ്ടി വരും. നേരത്തെ തന്നെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലെത്തുകയും ഈ നേതാക്കൾ നിരപരാധിത്വം അപ്പീൽ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് അപ്പീൽ ഉൾപ്പെടെ ഇവരെ നിരപരാധിത്വം തെളിയിക്കുമെന്നുള്ള കാര്യമെല്ലാം തന്നെ പ്രതികരണമായി നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ PP ദിവ്യയും കൂടിയാണ് ഒരുമിച്ചാണ് എത്തിയിട്ടുള്ളത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ PP ദിവ്യ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഈ പറയുന്ന രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ എന്ന പാർട്ടിയിലെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ PP ദിവ്യയോടൊപ്പം ജയിലിൽ എത്തുന്നു എന്നതും വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. എന്നാലും അവർ അല്പസമയത്തിനകമാണ് ഈ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ പ്രതികളെ കാണുന്നതിന് വേണ്ടി ജയിലിനകത്തേക്ക് അവർ പോയിട്ടുണ്ട്. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നേരത്തെ തന്നെ CPM നേതാക്കൾ ഈ പറയുന്ന KV കുഞ്ഞിരാമനും അതുപോലെ തന്നെ മണികണ്ഠൻ, ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള പ്രതികൾ കുറ്റക്കാരല്ല, അവർ നിരപരാധികളാണ്, CBI അവരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ CPM നേതാക്കൾ ശ്രീമതി ടീച്ചറെ പോലെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ എത്തുന്നു. അതോടൊപ്പം PP ദിവ്യ കൂടി ഇവരോടൊപ്പം ഉണ്ട് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൂടിയാണ്. സ്മൃതി, ശരി. പി ദിവ്യയും PK ശ്രീമതിയുമാണ് ഇപ്പോൾ പെരിയ കേസിലെ പ്രതികൾക്ക് പിന്തുണയുമായി ഇപ്പോൾ ജയിലിന് മുന്നിൽ എത്തിയിരിക്കുന്നത്.